ഒരു 5 മിനിറ്റ്. കോടടിച്ചങ്ങട് കയറാനുണ്ട് ഇവിടെ. പഴനിന്ന് കൊടൈക്കനാല് പോകുന്ന വീഡിയോസ് ആണ് നിങ്ങൾ MV വ്ളോഗ്സിലൂടെ കാണാൻ പോകുന്നത്. അപ്പൊ ഞാനിപ്പോ പ്രോപ്പർ പഴനിയാണുള്ളത്. 1 മണിക്കൂറാണ് കൊടൈക്കനാലിലേക്കുള്ള ഇത് ടൈം കാണിക്കുന്നത് മാപ്പില്. അപ്പൊ നമുക്ക് എന്തായാലും പോകുന്ന വഴിയിലുള്ള ദൃശ്യങ്ങളൊക്കെ കണ്ടങ്ങനെ പോവാം. ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ആ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ഞാൻ കാണുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടാൻ ശ്രമിക്കാം. അപ്പൊ ശരി, നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. സൺഡേ ആണേ. നല്ല ഭംഗിയോടെയാണ് ഈ മരങ്ങളൊക്കെ ഇങ്ങനെ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. നല്ല ഭംഗിയായിട്ട് ഒരു പാർക്കിലൊക്കെ എങ്ങനെയാണോ നമ്മൾ മരം വെക്കുന്നത് അതേപോലെ ആ മരം വെക്കുക മാത്രമല്ല ഇതിനെ പരിപാലിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആവശ്യത്തിനുള്ള വെള്ളവും വളവും പിന്നെ ആവശ്യത്തിന് വെയിലും അതിൽ ലഭിക്കുന്നുണ്ടാവും. പക്ഷെ എല്ലാ മരത്തിന്റെ ചുറ്റും പെയിന്റ് അടിച്ച് വെച്ചത് കാണാം. വണ്ടികളൊക്കെ വരുമ്പോൾ അതിന്റെ റിഫ്ലക്ടറും കാണാം. വണ്ടികളൊക്കെ വരുമ്പോൾ നേരിട്ട് ഇടിക്കാതിരിക്കാനായിരിക്കും അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും കാണാൻ നല്ല രസമാണ്. നമ്മളങ്ങനെ ഇതാ കൊടൈക്കനാലിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഈ പാസ് എടുത്തിട്ടുണ്ടോ എന്ന് അവർ ചോദിക്കും. അപ്പൊ നമുക്ക് ഓൾറെഡി ഈ പാസ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ ഈ പാസ് എടുത്തിട്ട് ചെക്ക് പോസ്റ്റ് അവർ കടത്തി വിടുന്നതായിരിക്കും. വലിയ കാര്യമായിട്ടുള്ള ചെക്കിംഗ് അല്ല, പക്ഷെ ഈ പാസ് നിർബന്ധമാണെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി ഈ പാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ പാസ് എടുക്കാൻ വളരെ എളുപ്പമാണ്. ഒന്നുമില്ല, ഗൂഗിൾ ചെയ്യുക തമിഴ്നാട് ഈ പാസ് ജസ്റ്റ് സെർച്ച് ചെയ്യുക ഗൂഗിളിൽ. നമ്മുടെ മൊബൈൽ നമ്പറും പിന്നെ അതുകൂടാതെ നമ്മുടെ വണ്ടിയുടെ നമ്പറൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP വരും. അത് വെച്ചിട്ട് ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഈ പാസ്. അപ്പോൾ അത്രയുള്ള എമൗണ്ട് ഒന്നും ഇല്ല ഈ പാസിന്. സിമ്പിളാണ് പരിപാടി. അപ്പോൾ എല്ലാവരും ഈ പാസ് എടുത്തിട്ട് തന്നെ വരാൻ ശ്രമിക്കും. ഞങ്ങളിപ്പോൾ കൊടൈക്കനാല് ടൗണിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളിപ്പോൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് മിസ്റ്റി വാലി ഇൻ എന്നുള്ളൊരു ചെറിയൊരു ഹോം സ്റ്റേ ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ ബുക്ക് ചെയ്തത് അഗോദ വഴിയാണ് ബുക്ക് ചെയ്ത്. ബുക്കിംഗ് റേറ്റ്സ് ഏകദേശം 2 റൂം ബുക്ക് ചെയ്തു, കിങ് സൈസ് ബെഡിൻ്റെ. അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം വന്നത് 5,900 6,000 രൂപ എന്ന് പറയാം. അതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ട് കിട്ടിയില്ല. ഒരു 2 ദിവസം മുമ്പാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അതുകൊണ്ടായിരിക്കാം ഈ റേറ്റ് വന്നത്. ചിലപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ചുകൂടി നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ കുറഞ്ഞ റേറ്റിൽ കിട്ടുമായിരിക്കും. അപ്പോൾ സമയം ഏകദേശം 2 മണി എന്ന് പറയാം. 1:45 കഴിഞ്ഞു. ഈ 2 മണിക്ക് ഇവിടെ കോട, അതാണ് ഹൈലൈറ്റ്. 2 മണി സമയത്ത് കോട. ടെമ്പറേച്ചർ ഇവിടെ 20 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ മിസ്റ്റി വാലിയിലേക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടൗണിൽ കുറച്ച് തിരക്കുണ്ടെന്ന് പറയാം. സ്ലോ മൂവിങ് ട്രാഫിക് തന്നെയാണ്. ഇത് നോർമൽ റൂംസ് ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്, ഡീലക്സ് അല്ല. അപ്പോൾ അവർക്ക് നോർമൽ റൂംസും ഉണ്ട്, ഡീലക്സ് ഉണ്ട്. ഈ 2 റൂംസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 304 പിന്നെ 303. രണ്ട് റൂമും ഒരേപോലെയുള്ളതാണ്. 2 റൂംസിനും ബാൽക്കണി ഇല്ല. നോർമൽ റൂം ആയതുകൊണ്ട് ബാൽക്കണി ഇല്ല. ഡീലക്സ് റൂംസിന് ബാൽക്കണി അവൈലബിൾ ആണ്. പക്ഷേ ഇവിടെ നമുക്കിങ്ങനെ വ്യൂ ബാൽക്കണി വേണമെന്നില്ല. ഈ റൂം നല്ലൊരു റൂമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്കിങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരു ഏരിയ ആണത്. ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണത്. സ്പോട്ടുകൾ
അപ്പോൾ റൂമൊക്കെ കണ്ടല്ലോ, കുഴപ്പമില്ലാത്ത റൂമാണ്. അപ്പോൾ റൂമിൽ നിന്ന് ഞങ്ങൾ നേരെ ബ്രയൻ പാർക്കാണ് ഫസ്റ്റ് ലൊക്കേഷൻ. ഏറ്റവും അടുത്തുള്ള ഒരു സ്പോട്ടാണ് ബ്രയൻ പാർക്ക്. ലേക്കും അടുത്താണ്, പക്ഷെ ഞങ്ങൾക്ക് ഇറങ്ങിയപ്പോൾ കുറച്ചൊന്ന് ലേറ്റായി, 4 മണി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ആദ്യം ബ്രയൻ പാർക്കിലേക്ക് പോവാം, അവിടെ എന്താണ് കാണാനുള്ളതെന്നൊക്കെ നോക്കാം. അടുത്ത ദിവസം മൺഡേ ആണ്, 22 ജൂൺ. ഇപ്പോൾ സമയം ഏകദേശം 7:30 കഴിഞ്ഞു, 7:45. ജസ്റ്റ് ഇപ്പോഴാണ് എണീറ്റത്. കോഫി ഓർഡർ ചെയ്തു, കോഫി കുടിക്കാൻ പോവാണ്. തണുപ്പ് എന്നുള്ളത് ഞാൻ ഇന്നലെ രാത്രി എണീറ്റപ്പോൾ ഒരു 4-4:30, രാത്രിയല്ല കുറച്ച് വെളുപ്പിന് ഒരു 4:30 എണീറ്റപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ആ ഒരു ടെമ്പറേച്ചർ നോക്കിയതാണ്. അപ്പോൾ ടെമ്പറേച്ചർ നോക്കിയപ്പോൾ 14 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ കണ്ടത്. അപ്പോൾ ലോവസ്റ്റ് 14 to 13 വരെ പോകുന്നുണ്ട്. നല്ല തണുപ്പാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കണ്ടത് ബ്രയൻ പാർക്കാണ്. ബ്രയൻ പാർക്കിൽ അധികമൊന്നും കാണാനില്ല, ജസ്റ്റ് കുറേ ചെടികളും പൂക്കളും ഒരു വലിയൊരു ഗ്രീൻ ഏരിയ ഒക്കെയാണുള്ളത് ബ്രയൻ പാർക്കിൽ. ഇന്നാണ് കുറച്ചുകൂടി കൂടുതൽ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങണം. എന്നിട്ട് കംപ്ലീറ്റ് കണ്ടിട്ട് വേണം തിരിച്ച് കൊടൈക്കനാൽ ഹിൽസ് ഇറങ്ങാൻ. ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നേരെ കൊടയിലേക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൈഡിൽ ഇവിടെ കൊടയിലേക്ക് കാണാം അല്ലേ, കുറേ കുതിരകളെ കാണാം. നമ്മളങ്ങനെ ബോട്ടിങ്ങിന് വേണ്ടി കയറിയിരിക്കുകയാണ്. കൊടയിലേക്കിലേക്ക് വന്നിരിക്കുകയാണ് ബോട്ടിങ്ങിന് വേണ്ടിയിട്ട്. ഞങ്ങൾ 6 പീപ്പിളിൻ്റെ ഒരു റോബോട്ടാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് അധികം റഷ് ഇല്ലാന്ന് തോന്നല്ലേ, റഷ് കുറവ്. അതെല്ലേ, ഓ ശരി. ഓ അല്ലെങ്കിൽ സാർ റഷ് ഉണ്ടെന്ന് തോന്നുന്നു ഈ ടൈമിലല്ലേ, റഷ് ഉണ്ടാവാറുണ്ട് സൺഡേസിലൊക്കെ. അതെല്ലേ, ഓ ശരി ശരി. അതുകൊണ്ടാണ് മൺഡേ വന്നത് ഞങ്ങള്, കുറച്ച് റഷ് കുറവുള്ളതാണ്.
ലേക്കിൻ്റെ അടുത്ത് തന്നെയായിട്ട് കുതിര സവാരിയും സൈക്കിൾ സവാരിയും ഇവിടെ നമുക്ക് ചെയ്യാം. സൈക്കിൾ സവാരിയും കുതിര സവാരിയൊക്കെ ഉണ്ട്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഞങ്ങളൊരു കുതിര സവാരി എടുക്കും. 200 രൂപയാണ്. ഒരു കംപ്ലീറ്റ് റൗണ്ടാണ്. ആ റൗണ്ടിൻ്റെ കാൽഭാഗം പോകും കുതിര സവാരിയുടെ. നമ്മളിപ്പോൾ ഡെസ്റ്റിനേഷൻ ഇട്ടിരിക്കുന്നത് പൈൻ ഫോറസ്റ്റ് ആണ്. പൈൻ ഫോറസ്റ്റിലേക്ക് ഏകദേശം 38 മിനിറ്റാണ് കാണിക്കുന്നത്. എന്തായാലും പോകുന്ന വഴി അപ്പർ ലേക്ക് വ്യൂ എന്നൊരു ഓപ്ഷൻ ജസ്റ്റ് അപ്പോൾ ഇവിടെ ഒന്ന് 2 മിനിറ്റ് സ്റ്റോപ്പിന് വേണ്ടി വണ്ടി ഒന്ന് നിർത്തിയതാണ്. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ചെക്ക് പോയിന്റിന്റെ അവിടെ എത്തി. അവിടെ അവർ ഫീസ് മേടിക്കുന്നുണ്ട്. കാറിന് 50 രൂപയും പിന്നെ ഒരാൾക്ക്, കാറിൽ ഒരാളാണെങ്കിൽ 30 രൂപ. അപ്പോൾ എത്ര പേരാണോ അത് × 30 പ്ലസ് 50 രൂപ കാർ ഫീസ്. അതാണ് അവർ ഫോറസ്റ്റിലേക്കുള്ള എൻട്രിയുടെ അവിടെ ചെക്ക് പോയിന്റിൽ നിന്ന് മേടിക്കുന്ന കാശ്. അപ്പോൾ ഞങ്ങൾ ആ ചെക്ക് പോയിന്റ് കടന്നു കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗൂഗിൾ പേ മാത്രമേ അവർ മീൻസ് ഇന്റർനെറ്റിലൂടെയുള്ള ക്യാഷ് ട്രാൻസ്ഫർ മാത്രമേ അവർ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. നമുക്ക് കാശായിട്ട് പേയ്മെന്റ് അവർ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു ബോർഡും കൂടി ഉണ്ട്. അപ്പോൾ മാക്സിമം ഗൂഗിൾ പേ ഉള്ളൊരു ഫോൺ ഉണ്ടെങ്കിൽ ബെറ്റർ ആണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ വരുമ്പോൾ മിക്ക മൊബൈൽ ഫോൺസിനും റേഞ്ച് ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല, പേയ്മെന്റ് നടത്താൻ പറ്റി. കുറച്ചൊരു ഡിലേ വന്നു എന്നുള്ളൂ. ഈ റൈറ്റ് സൈഡിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഗോൾഫ് കളിക്കാനുള്ള ഒരു സ്ഥലം പോലെ അവരാക്കി മാറ്റിയതായിട്ട് കാണുന്നുണ്ട്. നല്ല ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ. അവരതൊരു ഗോൾഫ് കോർട്ട് പോലെ അതേ ഇവിടെ ഫ്രണ്ടിലൊക്കെ കാണാം. കുറേ ഗോൾഫ് കോർട്ടുകളുണ്ട്. ഇതിനുള്ളിൽ കയറിയപ്പോൾ തന്നെ ഒരു ഭയങ്കര വ്യത്യാസമായിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. ക്വൈറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ്. അതിൻ്റെ ഇടയിൽ ചീറിപ്പാഞ്ഞ് വരുന്ന തമിഴ്നാട് വണ്ടികൾ, ടാക്സി വണ്ടികളാവാം, പ്രൈവറ്റ് വണ്ടികളൊക്കെ ആവാം. ഭയങ്കര സൗണ്ട്, ഭയങ്കര ഹോൺ അടിച്ചിട്ട് അവർ ചീറിപ്പാഞ്ഞാണ് പോകുന്നത്. ഇത് ഗുണ കേവിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. ഇവിടെ പാർക്കിംഗ് ഉണ്ട് നല്ല രീതിയിൽ. ഇവിടെ ഇതാണ് എന്താ ബ്ലോക്കാണ് മെയിനായിട്ടും. പാർക്കിംഗ് ഉള്ളത് കൊണ്ടാണ് നല്ല രീതിയിൽ ബ്ലോക്ക്. നമ്മൾ ഈ മാനുവൽ വണ്ടിയൊക്കെ കൊണ്ടുവരുമ്പോൾ അടിപൊളിയാണ്, രസമാണ്. ക്ലച്ച് പിടിച്ച് കാലൊക്കെ പോകും അവസ്ഥയാണ്. മൺഡേ ആയിട്ട് ഇതാണ് അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഗുണ കേവും പൈൻ ഫോറസ്റ്റും വളരെ അടുത്താണ്. പക്ഷേ ഇവർ ബ്ലോക്ക് കാരണം 10-34 മിനിറ്റാണ് കാണിക്കുന്നത്. 5 കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ട്. ആൾക്കാരാണെങ്കിൽ റോഡിൻ്റെ നടുക്കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്കൊരു ബോധമില്ല. ഒരു ശ്രദ്ധിച്ചിട്ടും നല്ല ആൾക്കാരാണ്. കുട്ടികളൊക്കെ ഉണ്ട് അതിൻ്റെ ഒപ്പം. അതൊരു സൂക്ഷിച്ചെടുക്കണമെന്നുണ്ട്. കൊരങ്ങന്മാർ. അപ്പോൾ പൈൻ ഫോറസ്റ്റിലേക്ക് എത്തി. ഇവിടെ ഒരു പാർക്കിംഗ് സ്ലോട്ട് കിട്ടി. ഇനി നമുക്കിവിടെ പാർക്ക് ചെയ്തിട്ട് പൈൻ ഫോറസ്റ്റ് ഒന്ന് കാണാൻ പോകാം. ഇപ്പോൾ സമയം 1:30 മണിയായി. നല്ല രീതിയിൽ കോടയുണ്ട്. അതുകൂടാതെ ചെറുതായിട്ട് മഴ ചാറുന്നു കൂടിയുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നല്ലൊരു കൂൾ ടെമ്പറേച്ചറും എല്ലാം കൂടിയിട്ട് നല്ല രസമുണ്ട്. നല്ല ഹൈറ്റുള്ള പൈൻ മരങ്ങളാണ് ഇവിടെ. ഇവിടെ കയറാൻ ടിക്കറ്റൊന്നും ഇല്ല. പക്ഷെ ഡ്രോണൊന്നും പറത്താൻ പാടില്ല എന്നുള്ളൊരു നോട്ടീസ് അവിടെ ഉണ്ട്. അത്രേ ഉള്ളൂ. ഇവിടെ നമുക്കിങ്ങനെ ഇരുന്നുകൊണ്ട് കുറേ സമയം ചെലവഴിക്കാം. പിന്നെ ഫോട്ടോഗ്രാഫി.
അങ്ങനെ നമ്മൾ മോയർ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. മോയർ പോയിന്റ് ഇവിടെ നല്ല രസമുണ്ട് കാണാൻ. ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു, കോടയുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിക്കാം. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നല്ലൊരു വൈബാണ്. ആ മലയുടെ സൈഡിലൂടെ ഒഴുകി വരുന്ന കോട ആ മലേനെ കംപ്ലീറ്റ് വിഴുങ്ങി കളഞ്ഞിരിക്കുകയാണ്. മലേനെ കാണാനേ പറ്റുന്നില്ല. വ്യൂ പോയിന്റ് സൂപ്പറാണ്. കോട അടിച്ചങ്ങോട്ട് കയറാനുണ്ട്. ഇവിടെ ഒന്നും കാണുന്നില്ല. ഭയങ്കര എഫക്റ്റ്. മോയർ പോയിന്റ് ഒക്കെ കണ്ട് ഒരു മാഗി കഴിച്ചിട്ട് പതുക്കെ ഇറങ്ങാൻ പോവാണ്. ഇവിടെ ഇപ്പൊ സമയം 2:45. നല്ല കോടയുണ്ട്. നോക്കാം എങ്ങനെയായിരിക്കും റൂട്ടൊക്കെ എന്നുള്ളത്. മുകളില് നല്ല മഞ്ഞും കോടയായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, മഴയില്ല. റോഡൊക്കെ കണ്ടാൽ തന്നെ അറിയാം മഴയൊന്നും പെയ്തിട്ടില്ല എന്നുള്ളത് ക്ലിയർ ആണ്. എന്നാലും ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഇനിയും കാണിക്കുന്നുണ്ട്. ഏകദേശം ഇനിയിപ്പോൾ 50 കിലോമീറ്ററോളമാണ്. 15 കിലോമീറ്റർ ഞങ്ങൾ കവർ ചെയ്തു. ഇനി 50 കിലോമീറ്ററോളം കൂടി കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പഴനി ടു തൃശ്ശൂർ വീണ്ടും ടൈം എടുക്കും. 4 hours. എന്തായാലും പഴനി എത്തിയിട്ട് നോക്കാം എത്ര സമയം എടുക്കും. അപ്പോൾ പഴനിയിലുള്ള ഒരു നയാരയുടെ ഒരു പെട്രോൾ പമ്പിൽ സ്റ്റോപ്പ് എടുത്തു. പെട്രോൾ റീഫിൽ ചെയ്യാനും പിന്നെ ജസ്റ്റ് നമുക്കൊന്ന് വാഷ്റൂമൊക്കെ യൂസ് ചെയ്തൊന്ന് ഫ്രഷ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് പെട്രോൾ അടിച്ചു ഞാൻ.
ഇവിടെ വെതർ കുഴപ്പമൊന്നുമില്ല, സാധാരണ വെതറാണ്. ചെറുതായിട്ടൊരു മഴക്കാറൊക്കെ കാണുന്നുണ്ട്. നാട്ടിലൊക്കെ എന്താണ്, മഴയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. നോക്കണം എന്തായാലും. തമിഴ്നാട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ റോഡൊക്കെ സൂപ്പറാട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി റോഡാണ്. അതൊക്കെ പറപ്പിച്ച് പോവാം. 100 സ്പീഡ് കാണിക്കും, 100-ലൊക്കെ പോകാൻ പറ്റും. അടിപൊളി റോഡുകളാണ്. അപ്പോൾ വരുന്ന വഴി ഞങ്ങൾ ഈ ഒരു ഹോട്ടലിലാണ് കേട്ടോ ഒരു സ്റ്റോപ്പ് എടുത്ത് ഒരു ചായയൊക്കെ കുടിച്ച ചായ. പിന്നെ ഇവിടെ വേറെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. മലയാളിയുടെ ഹോട്ടലാണ്, ഇവിടുത്തെ ചേട്ടനൊക്കെ മലയാളിയാണ്. അപ്പോൾ ഒന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോൾ നല്ല ഹോട്ടലാണ്. നിങ്ങൾക്ക് അപ്പോൾ ചായക്ക് ഒരു സ്റ്റോപ്പൊക്കെ ഇവിടെ എടുക്കാവുന്നതാണ്. ഹൈവേയിലോട്ട് കയറി കഴിഞ്ഞാൽ കുറച്ച് ഓടുമ്പോഴേക്കും ഇവിടെ കാണാൻ പറ്റും ബേക്കറി, ഹോട്ടൽ, ചായ. അപ്പോൾ ശരി, അപ്പോൾ ഞങ്ങൾ നമ്മുടെ ജേണി അങ്ങനെ തുടരട്ടെ. ഇനി ഇവിടെ നിന്ന് ഏകദേശം 180 കിലോമീറ്ററാണ് കാണിക്കുന്നത് കൊടുങ്ങല്ലൂർ വരെ. ഓക്കെ, അപ്പോൾ വീണ്ടും ഇതാ നമുക്ക് നമ്മുടെ ഹൈവേയിലോട്ട് കയറിയിരിക്കുകയാണ്. പൊള്ളാച്ചിയിലേക്ക് 45 കിലോമീറ്റർ, 45-42 ഞാൻ കണ്ടത്, 48 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ പാലക്കാട് നിന്ന് തൃശ്ശൂർ ടു കൊടുങ്ങല്ലൂർ. അപ്പോൾ ഏകദേശം ഒരു 10-10:30 ആവും വീട്ടിലെത്താൻ. പക്ഷെ ഒരു സ്റ്റോപ്പ് കൂടി എടുക്കാനുണ്ട് ഫുഡ് കഴിക്കാൻ. ചായ മാത്രം കുടിച്ചുകൊണ്ട് കഴിഞ്ഞിട്ടുള്ളൂ, ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഫുഡ് കഴിക്കണമെങ്കിൽ നമുക്ക് വടക്കാഞ്ചേരി വല്ല ഹോട്ടൽ നോക്കാം. സാധാരണ ഞങ്ങളുടെ പാലക്കാട് സൈഡിലേക്ക് പോകുമ്പോൾ വടക്കാഞ്ചേരിയിലുള്ള ആര്യാസിലാണ് നിർത്താറ്. പറ്റുമെങ്കിൽ അവിടെ തന്നെ നിർത്താം എന്നാണ് വിചാരിക്കുന്നത്. എല്ലാം കൂടി ഒരു 12 മണിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ 9:20 ആയപ്പോഴേക്കും ഞങ്ങൾ വടക്കഞ്ചേരി എത്തി. വടക്കഞ്ചേരി ആര്യാസിൽ കയറിയിട്ട് ദോശയും ചപ്പാത്തിയൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ച് നേരെ കൊടുങ്ങല്ലൂരിലേക്ക്. ഇവിടുന്ന് ഏകദേശം ഇനി 10-60 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ എന്താ, ഞാൻ ഈ വ്ളോഗ് ഇവിടെ എൻ്റെ ആണ്. പുതിയൊരു വ്ളോഗുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ഇത് ചെറിയൊരു വ്ളോഗാണ്. കൊടൈക്കനാൽ കംപ്ലീറ്റ് കവർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങൾ ഇനിയുണ്ട്. സമയം പറ്റുമ്പോൾ സ്ഥലങ്ങളെ കവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾ ഈ വ്ളോഗിലൂടെ കണ്ടത് തന്നെ. അപ്പോൾ എന്തായാലും ഇത്രയും നേരം ഈ വ്ളോഗ് കണ്ടതിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.